ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ക്രോച്ചറ്റ് സ്ക്വയർ പീസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ ചെയ്തത് 2 പീസ് ഒരേപോലെ തന്നെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് നൂലിൽ ഹൂക്കിലൊരു നോട്ട് കൊടുക്കണം. ഹൂക്കൊന്ന് ടേൺ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പം നമുക്ക് ഹൂക്കിലൊരു നോട്ട് ഒരു കെട്ടായി കഴിഞ്ഞ്, എന്നിട്ട് ആ കോർണർ ഭാഗത്ത് രണ്ടും കൂടി ചേർത്ത് ആ ചെയിൻ സ്റ്റിച്ചുള്ള ഗ്യാപ്പിൻ്റെ അവിടെ രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് വെളിയിലത്തെ നൂലിനെ കൊണ്ടുവന്നിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് വെളിയിലത്തെ നൂലിനെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് സിംഗിൾ ക്രോഷ്യേയിൽ ജോയിൻ ചെയ്താലും മതിയാകും. ഇനി നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ആ ചെയിൻ സ്റ്റിച്ച് രണ്ടും കൂടി ചേർത്ത് ഒരേപോലെ തന്നെ വരണം. ആ 2 പീസിൻ്റെയും 3 ഡബിൾ ക്രോഷ്യ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച് ആ 2 പീസിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്താണിത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ 3 ചെയിൻ സ്റ്റിച്ചും ഒരേപോലെ തന്നെ 2 സൈഡും കൂടി എടുത്തിട്ട് വേണം നമ്മളിത് ജോയിൻ ചെയ്യാൻ. ഇപ്പോൾ സിംഗിൾ ക്രോഷ്യ ആയതുകൊണ്ട് ഹൂക്കിൽ നൂല് നമ്മൾക്ക് ചുറ്റണ്ട. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ 3ാമത്തെ സ്റ്റിച്ച്, ഇപ്പോൾ 3rd സ്റ്റിച്ച് 2 പീസിൻ്റെയും 3rd സ്റ്റിച്ച് ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഹൂക്കിൽ 2 ലൂപ്പാണ് വരുന്നത് സിംഗിൾ ക്രോഷ്യ. ഇപ്പോൾ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ചിലും 2 പീസിൻ്റെയും ചേർത്ത് വെച്ച് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്കവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ആ 3 ഡബിൾ ക്രോഷ്യയുടെ ഫസ്റ്റ് സ്റ്റിച്ച് 2 പീസിൻ്റെയും കൂടി ചേർത്ത് വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹൂക്ക് കടത്തിയിട്ട് ജോയിൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് 2 പീസിൻ്റെ, ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്, സെക്കൻഡ് ചെയിൻ സ്റ്റിച്ച്. ഇനിയിപ്പോൾ 3rd സ്റ്റിച്ച് 2 പീസിൻ്റെ, ഇങ്ങനെയാണിത് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 3 സ്റ്റിച്ചിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ആ ഗ്യാപ്പിൽ ഒരു എക്സ്ട്രാ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് വീണ്ടും നമ്മൾ ജോയിൻ ചെയ്യുന്നത്. വീണ്ടും ആ ഡബിൾ ക്രോഷ്യയുടെ ഫസ്റ്റ് സ്റ്റിച്ച്, ഇപ്പോൾ നമുക്ക് ബെഡ്റൂമിലൊക്കെ സൈഡ് ടേബിളിനും ഒക്കെ ഇതിൻ്റെ അളവനുസരിച്ച് നമുക്ക് പല പീസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഇതേ രീതിയിൽ ജോയിൻ ചെയ്തെടുക്കാം. അല്ല ഒരു പീസ് സിംഗിൾ പീസായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഇതിൻ്റെ തന്നെ വലുത് ചെയ്യാം. ഫ്ലവർ വൈസൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ ഉപയോഗിക്കാനും ഇതേപോലെ തന്നെ പല പീസ് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാവുന്നതാണ്. അവിടെ ആ ഗ്യാപ്പുള്ള ഭാഗത്ത് വരുമ്പോൾ എക്സ്ട്രാ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ബാക്കി എല്ലാം നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ സ്റ്റിച്ചുകൾ തങ്ങളിൽ ചേർത്ത് ജോയിൻ ചെയ്യുവാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ 3ാമത്തെ സ്റ്റിച്ചാണ്. 2ലും കൂടി ഹൂക്ക് ഒരേപോലെ കടത്തിയിട്ട് വെളിയിലത്തെ നൂലിനെ കൊണ്ടുവരണം. ഇനി ആ കോർണർ ഭാഗമാണ്. ബാക്കി നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു 2 പീസ് തങ്ങളിൽ. ജോയിൻ ചെയ്യുന്ന നമ്മൾ അത് ബാക്ക് സൈഡായിട്ട് വരും. ജോയിൻ ചെയ്യുന്ന ഭാഗം നമുക്ക് ബാക്ക് സൈഡായിട്ട് ഉപയോഗിക്കാം. ശേഷം ആ കോർണർ ഭാഗത്ത് ചെയിൻ സ്റ്റിച്ചുള്ളിടത്ത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് 2 പീസും കൂടി ഇതേപോലെ തന്നെ ചെയ്യണം. അതും ആ കോർണർ ഭാഗം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ
സ്റ്റാർട്ട് ചെയ്യുന്നത് വീണ്ടും. നെക്സ്റ്റ് 2 പീസ് ആ കോർണർ ഭാഗം ചേർത്ത് വെച്ചിട്ട് ഹൂക്ക് കടത്തി നൂലിനെ കൊണ്ടുവന്ന് നമ്മൾ ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എക്സ്ട്രാ ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടാണ് നമ്മൾ വീണ്ടും നമ്മൾ ആ ഡബിൾ ക്രോഷ്യയുടെ ആ 2 പീസിൻ ഡബിൾ ക്രോഷ്യയുടെ ആ 2 സ്റ്റിച്ച് 2 പീസിൻ്റെ സ്റ്റിച്ച് നമ്മൾ വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ എക്സ്ട്രാ ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി കൊടുക്കണം. കൊടുത്തിട്ട് വേണം വീണ്ടും ഡബിൾ ക്രോഷ്യയുടെ സ്റ്റിച്ച് തങ്ങളിൽ ജോയിൻ ചെയ്യാൻ. ആ 2 പീസിൻ്റെയും സ്റ്റിച്ചുകൾ ഒരേ ലെവലിലിരിക്കണം. ആ 3 ഡബിൾ ക്രോഷ്യയുടെ വീണ്ടും നെക്സ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുത്തതിന് ശേഷം വീണ്ടും ജോയിൻ ചെയ്യുക. കോർണർ വരെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാനത് കോർണർ ഇവിടെ ഭാഗത്ത് വരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ലൈനിൽ 3 ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യാനുണ്ട്. വീണ്ടും ആ ഭാഗത്തുകൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക, ജോയിൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യയിലാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആ 2 പീസ് തങ്ങളിൽ ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി ആ കോർണർ ഭാഗത്ത് മാത്രമാണ് നമ്മളിതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം മുതലേ ഒരു അറ്റത്തുനിന്ന് നമ്മൾക്ക് ഒരു സൈഡിൽ നിന്ന് ഇനിയും സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഹൂക്കിൽ ഒരു നോട്ട് കൊടുക്കുക. ശേഷം ആ കോർണർ ഭാഗം നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് കൊടുത്ത ആ ഭാഗത്ത് 2 കൂടി ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഇനിയും ഫസ്റ്റ് ചെയ്ത അതേ രീതിയിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഡബിൾ ക്രോഷ്യയുടെ ചെയിൻ സ്റ്റിച്ച് തങ്ങളിൽ ജോയിൻ ചെയ്താൽ മതിയാകും. ഒരേപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ജോയിൻ ചെയ്യുക. ഇപ്പോൾ ആ 4 കൂടെ കോർണർ ഭാഗമാണ് അവിടെ ജോയിൻ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെയും കൂടി എക്സ്ട്രാ ഒരു സ്റ്റിച്ച് കൊടുക്കണം. നെക്സ്റ്റ് വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുത്തതിന് ശേഷം വീണ്ടും അവിടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് ജോയിൻ ചെയ്യുക. എന്നിട്ട് 2 പീസും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ആ ഭാഗം വരുമ്പോൾ എക്സ്ട്രാ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്താൽ മതിയാകും.
വീണ്ടും നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ഇട്ടിട്ട് നമ്മൾ നൂല് കട്ട് ചെയ്ത് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം കെട്ടാവും. അപ്പം നൂല് വിട്ടു പോകുന്നില്ല. അപ്പം ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പം 4 പീസാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ടേബിള് അതിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് എത്ര പീസ് വേണോ അത് ഇതേപോലെ തന്നെ ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതിയാകും. നല്ല ഭംഗിയുണ്ട്. ഓക്കെ, താങ്ക് യു.